എങ്കിലും മാറാത്തവൻ ഒരുവൻ മാത്രം. എബ്രായർ 13:7-8. നിങ്ങളോട് ദൈവവചനം പ്രസംഗിച്ച് നിങ്ങളെ നടത്തിയവരെ ഓർത്തുകൊള്ളുവീൻ. അവരുടെ ജീവാവസാനം ഓർത്തവരുടെ വിശ്വാസം അനുകരിപ്പീൻ. യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യൻ തന്നെ. ജീസസ് ക്രൈസ്റ്റ് ഈസ് ദ സെയിം യെസ്റ്റർഡേ ആൻഡ് ടുഡേ ആൻഡ് ഫോർ എവർ. ദൈവത്തിന് മഹത്വം. യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യൻ തന്നെ. യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യൻ തന്നെ. മാറാത്തവൻ യേശു മാത്രം. നിങ്ങളോട് ദൈവവചനം പ്രസംഗിച്ച് നിങ്ങളെ നടത്തിയവർ ഒന്നല്ല, രണ്ടല്ല, അനേകരാണ്. അവരുടെ സ്വഭാവം ഡിഫറൻ്റാണ്. അവരുടെ സമീപന രീതികളും അവരുടെ ഭാഷകളും വ്യത്യസ്തങ്ങളാണ്. ഒരാളോട് ഇടപെടുന്നത് പോലെ മറ്റൊരാളോട് ഇടപെടാൻ നമുക്ക് കഴിയുകയില്ല. അവരിലെല്ലാം ന്യൂനതകൾ ഉണ്ട്. അവരിലെല്ലാം ഒഴിവാക്കേണ്ട കാര്യങ്ങളുണ്ട്. ഇവരിൽ ആരും തന്നെ പെർഫെക്റ്റ് അല്ല, പൂർണ്ണർ അല്ല. എന്നാൽ മാതൃകയാക്കാൻ കൊള്ളാവുന്ന ഒരുവനുണ്ട്. പൂർണ്ണമായും പിൻപറ്റാൻ കൊള്ളാവുന്ന ഒരുവനുണ്ട്. അത് നമ്മുടെ കർത്താവാണ്. എന്നാൽ അത് പറഞ്ഞുകൊണ്ട് ലീഡേഴ്സ് ഒഴിഞ്ഞു മാറരുത് എന്ന ചിന്തയിലൂടെയാണ് നാം ഇതുവരെ പോയത്. നമ്മളെ നടത്തിയവരെ നമ്മൾ ഓർക്കണം, അനുകരിക്കണം. എന്നാൽ മറക്കരുതാത്ത വസ്തുത എബ്രായർ 13:8 കാണുന്നു. യേശു ക്രിസ്തു ഈ നേതാക്കളെ പോലെയല്ല. അവൻ ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യൻ തന്നെ. ഇന്നലെ അവൻ ആരായിരുന്നു, ഇന്നവൻ ആരാണ്, നാളെ അവൻ ആരാണ്. ഇന്നലെ അവൻ ആരായിരുന്നോ അങ്ങനെ തന്നെയാണ് അവൻ ഇന്ന്, അങ്ങനെ തന്നെയാണ് അവൻ നാളെ. ബെത്സയിദ കുളക്കരയിൽ അവൻ ആരായിരുന്നു, കാനായിലെ കല്യാണ വീട്ടിൽ അവൻ ആരായിരുന്നു, ഗത്സമനയിൽ അവൻ ആരായിരുന്നു, കാൽവറിയിൽ അവൻ ആരായിരുന്നു, അവൻ ഇന്നും അങ്ങനെ തന്നെയാണ്. കുരിശിൽ അവൻ വേദനയിൽ കിടക്കുമ്പോഴും പ്രാർത്ഥിക്കുന്നവൻ്റെ മറുപടി കൊടുക്കാൻ അവൻ ശക്തനും വിശ്വസ്തനുമായിരുന്നെങ്കിൽ ഇന്നും അവൻ മാറ്റമില്ലാത്തവനാണ്. അതുകൊണ്ട് മാറാത്തവനായ ക്രിസ്തുവിനെ മാത്രം മുറുകെ പിടിക്കാം. നമ്മളെ നടത്തിയവരെ ഓർക്കുകയും അവരുടെ വിശ്വാസം അനുകരിക്കുകയും ചെയ്യുമ്പോൾ തന്നെ അവരെ ആരെയും മുറുകെ പിടിക്കരുതേ, അവർ ബലഹീനരാണ്. നമ്മുടെ കർത്താവ് വിശ്വസ്തനാണ്, മാറാത്തവനാണ്. ഞങ്ങളെപ്പോലുള്ള ദൈവദാസന്മാരെ ബഹുമാനിക്കുന്ന, വല്ലാതെ ബഹുമാനിക്കുന്ന ഒത്തിരി സഹോദരിമാരെയും സഹോദരന്മാരെയും ദിനംതോറും ഞങ്ങൾ കാണുന്നു. എന്നാൽ ഈ വചനം മറക്കരുതേ, യേശു മാത്രം മാറാത്തവൻ.